എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1548 ദിവസത്തെ സൂം സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സവിശേഷപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന, ലോകത്തെ ഏറ്റവും സമഗ്രവും ആധികാരികവുമായ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികം, പ്ലാറ്റിനം ജൂബിലി ദിവസമാണ്. അപ്പൊ നമ്മൾ ഇന്ന് അതിനെ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. പരിപാടിക്ക് മുമ്പായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഷൈല ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ മനോജ്. ദേശീയ ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ള ശ്രീ N. കൃഷ്ണകുമാർ സാറിനെയാണ് സ്വാഗതം ആശംസിക്കേണ്ടത്. അദ്ദേഹം LLM, PGD, CRJA, PhD എന്നീ ഡിഗ്രികളുള്ള പ്രതിഭയാണ്. നമ്മുടെ നിയമസഭാ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. വെൽക്കം. ഓക്കെ, അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്ന ഡോക്ടർ നാരായണ പാണ്ഡാല സാറിനാണ്. അദ്ദേഹം MSc, LLB, MBA, PhD എന്നീ ഡിഗ്രികളുള്ള വ്യക്തിയാണ്. അദ്ദേഹം മരിയൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെയും ഞാൻ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നത് ഡോക്ടർ ശോഭാ ചന്ദ്രൻ മാഡമാണ്. അവർ BHMS, LLB, MBA എന്നീ ഡിഗ്രികൾ കൊണ്ട് ഹോമിയോപ്പതി ഹോംകോയുടെ മാനേജിംഗ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. എന്തായാലും ആ പോസ്റ്റിന് വളരെ ഉചിതമായ വ്യക്തി തന്നെയാണ്. അവരെ ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ ഡോക്ടർ ശോഭാ ചന്ദ്രൻ മാഡത്തെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അതുപോലെ തന്നെ അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന് നന്ദി പ്രകാശനത്തിനായി എത്തുന്ന ഡോക്ടർ മറിയാമ്മ ജോൺ, റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായിട്ടുള്ള ഡോക്ടർ മറിയാമ്മ ജോണിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജ് GS. ഡോക്ടർ എല്ലാ വിശേഷാൽ ദിവസങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ് എല്ലാവരെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ധനേഷ്, ഡോക്ടർ ഹ്യൂബർട്ട്, ഡോക്ടർ അനിൽകുമാർ, അതുപോലെ തന്നെ ഈ IFPHന്റെ എല്ലാ സാരഥികളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഭരണഘടനാ ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും. നന്ദി ഡോക്ടറെ. ഇനി അടുത്ത ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ കേരള നിയമസഭ നമുക്കറിയാം, രാജ്യത്ത് വിപ്ലവകരമായ ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിയമസഭയാണ്. ധാരാളം പ്രഗത്ഭരായ സാമാജികരെ സൃഷ്ടിച്ച നിയമസഭയാണ്. 50 വർഷത്തിന് മേലെ സഭാ അംഗത്വമായിരുന്ന അംഗങ്ങളുള്ള നിയമസഭയാണ്. അങ്ങനെ വളരെ സവിശേഷത ഉള്ള കേരള നിയമസഭയാണ്. ആ നിയമസഭയിൽ ചില കാര്യങ്ങൾ ഞാനും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധന വർക്കല രാധാകൃഷ്ണൻ സഭ നിയന്ത്രിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഉപയോഗിച്ചാണ് ഞാൻ IFPHന്റെ പരിപാടികൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് ഓരോ നിമിഷം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കണം. യെസ് പറയുന്ന ശ്രീമാൻ വർക്കല രാധാകൃഷ്ണൻ മറക്കാൻ കഴിയില്ല. അതുപോലെ ഓരോ സ്പീക്കർമാരും ആരാധ്യരാണ്. അതുപോലെ തന്നെ നിയമസഭ സെക്രട്ടറി എന്ന് പറയുന്ന ശക്തറാൻ കൗൾ, ലോ ഒക്കെ പറയുന്ന വകുപ്പുകളൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ R. പ്രസന്നൻ, ഏറ്റവും പ്രഗത്ഭനായ നിയമസഭ സെക്രട്ടറി എന്ന ആ പ്രഗത്ഭന്മാരുടെ പരമ്പരയിലേക്ക് വന്ന ആദരണീയനായ ഡോക്ടർ കൃഷ്ണകുമാറിനെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. ഈ പരിപാടിയുടെ സംഘാടകൻ, എനിക്ക് സ്വാഗതം അരുളിയ ഡോക്ടർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ പണ്ടാല, ഈ പരിപാടി കാണാൻ എത്തിച്ചേർന്നിട്ടുള്ള ഹോമിയോ മേഖലയിലെ വിദഗ്ധന്മാരെ, മറ്റ്
പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. മുൻപ് സ്വാഗത പ്രാസംഗിക സംസാരിച്ചതുപോലെ പറഞ്ഞതുപോലെ ഭരണഘടനാ ദിനമാണിന്ന്. എന്തുകൊണ്ടാണിന്ന് ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് ആ ദിനം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ദിനത്തിന് ഭരണഘടനാ ദിനമായിട്ടും ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനമായിട്ടും അങ്ങനെ 2 ദിവസം, 2/26 എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാമോ? ഇതൊരു ഉദ്ഘാടന പ്രസംഗം എന്നതിലുപരി ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഒരു അഭിപ്രായ പ്രകടനത്തിനുള്ള വേദിയും കൂടെ ആയാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആശയമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതായത് ഒന്നുകൂടെ ഞാൻ ആ ചോദ്യം ഉന്നയിക്കാം. 1949 നവംബർ 26-ന് നമ്മളെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ആദ്യ ദിവസം, അതായത് നവംബർ 26-ന് ഭരണഘടനാ ദിനമായും ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിനം എന്നുള്ള നിലയ്ക്ക് റിപ്പബ്ലിക് ഡേ ആയിട്ടും ആചരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യത്യാസം? 2 മാസം കഴിഞ്ഞുകൊണ്ട് റിപ്പബ്ലിക് ഡേ ആയി. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഭരണഘടന നിലവിൽ വന്നു. അഡാപ്റ്റ് ചെയ്ത് അന്നുകൊണ്ട് തന്നെ അന്ന് വേണമെങ്കിൽ നമുക്ക് അതൊരു നടപ്പിൽ വരുന്ന ദിനമാക്കാമായിരുന്നല്ലോ. എന്തിനാണ് ഇങ്ങനെ 2 മാസം കാത്തിരുന്നതെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? കൗതുകത്തിനാണ്. ഞാൻ വെറും ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി പോകുമ്പോൾ അതിനൊരു ഒരു ക്ലീശ സ്റ്റൈൽ വേണ്ട, ഒന്ന് വേറിട്ട സ്റ്റൈലിലാകാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാമോ പ്ലീസ്? വെറുതെ ഫ്രീ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തമ്മിലുള്ള അകലം ഒന്ന് കുറയ്ക്കാനാണ് ഈ ചോദ്യം ഞാൻ ഇട്ടത്. ഒന്ന് വായിച്ചിട്ട് ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണുണ്ട് ഡോക്ടർ, ഒന്നുകൂടെ പറയണം. വായിച്ചു നോക്കിയതായിരിക്കും എല്ലാവരും. കേൾക്കാൻ വയ്യേ? ഞാൻ വായിച്ചു നോക്കിയതായിരിക്കും അല്ലേ? കാണും ഭരണഘടനയൊക്കെ. 2 മാസം എടുത്തു. ശരി, അത് കൊള്ളാം. അത് നല്ല മറുപടി, സരസമായ മറുപടി. കൊള്ളാം, രസമുണ്ട്. അതായത് ആദ്യം നിലവിൽ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ സമാധാനമായിട്ടൊക്കെ വായിച്ചു നോക്കിയിട്ട് 2 മാസം നോക്കി കൊള്ളാമോ എന്ന് നോക്കിയിട്ട് അതെടുക്കാം, സ്വീകരിക്കാം, അല്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചു. അത് കൊള്ളാം, നല്ലൊരു മറുപടിയാണ്. വേറിട്ട മറുപടികളുണ്ടോ? വേറിട്ട മറുപടികൾ ഉണ്ടാവുമോ? ചുമ്മാ ഫ്രീ ആയിട്ട് പറയാമെന്നേ, ഒരു ഇന്ററാക്ഷൻ. സാർ, ഏറെ ബഹുമാനത്തോടുകൂടി സാറിനെ കാണുകയാണ്. എന്നാലും ഞാൻ പറയുന്നത് പറയണോ? മണ്ടത്തരമാണെങ്കിൽ സാറ് അത് അയ്യോ, അങ്ങനെ നിങ്ങൾ മണ്ടത്തരമൊന്നും പറയില്ലെന്നേ. അത് എനിക്ക് തോന്നുന്നത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം, മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കണം. അതിന് വേണ്ടിയിട്ടായി 2 മാസം. കൊള്ളാം. അത് നല്ല മറുപടിയാണ്. മറ്റു ലോകരാജ്യങ്ങളുടെ ഒരു അഭിപ്രായ സമന്വയം കൂടെ കൊണ്ടുവന്നിട്ട് അതിനെ റെക്കഗ്നിഷൻ എന്ന് പറയും നമ്മൾ ഇന്റർനാഷണലായിട്ട് ഭാഷയിൽ, അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഷയിൽ. ഈ എന്താ പറയുക, റെക്കഗ്നിഷൻ എന്ന് പറയും, വേൾഡ് റെക്കഗ്നിഷൻ. ഇതൊരു വെർഷനാണ്. കൊള്ളാം, നല്ലൊരു വെർഷനാണ്. ഇനി എന്തെങ്കിലും വേറെ വെർഷൻസ് പാർട്ടിസിപ്പൻസിനുണ്ടോ എന്ന് കേൾക്കട്ടെ, എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പാർട്ടിസിപ്പൻസിന് വേണ്ടി ഞാൻ വേറൊരു വെർഷൻ ഒന്ന് അവതരിപ്പിച്ചോട്ടെ. മറ്റൊരു വെർഷൻ പറയട്ടെ. മറ്റൊരു വെർഷൻ എന്ന് പറഞ്ഞത് ഈ 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷൻ. ആ ലാഹോർ സെഷനിൽ ഒരു തീരുമാനമെടുത്തു, വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇനി മുതൽ നമ്മൾ ജനുവരി 26-ന് സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കും. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ല, സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുമെന്ന് അങ്ങൊരു പ്രതിജ്ഞ എടുത്തു, ഒരു ധാരണ ഉണ്ടാക്കി, ഒരു ഡിക്ലറേഷൻ നടത്തി. പക്ഷേ നമുക്കറിയാം, ഓഗസ്റ്റ് 15-ന് 1947 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം നൽകേണ്ടി വന്നു ഇന്ത്യക്ക്, അല്ലെങ്കിൽ കിട്ടി. ആ 47 ഓഗസ്റ്റ് 15 തന്നെ തിരഞ്ഞെടുക്കാൻ വേറൊരു കാരണമുണ്ട്. അത് ചരിത്രപരമായ കാരണമാണ്. മൗണ്ട് ബാറ്റന്റെ ഒരു യുദ്ധ വിജയത്തിന്റെ ദിനം കൂടെയാണ്. അത് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് പിന്നീട് അത് എന്തായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ, പിന്നെ ഓഗസ്റ്റ് 15-ന് തന്നെ
14 രാത്രി, അതെ 15-ാം തീയതി സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലൊക്കെ പോയെന്നൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്. പോട്ടെ, അത് പോട്ടെ. എന്തായാലും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി പോയി. ഇപ്പൊ ജനുവരി 26-ന് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരുന്നല്ലോ. ആദ്യം ഏതെങ്കിലും ഒരു ജനുവരി 26-ന് തന്നെ ആകണമെന്നൊരു നിർബന്ധം അന്നത്തെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നവംബർ 26-ന് ഇതങ്ങ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. നവംബർ 26-ന് അഡോപ്റ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ചർച്ച വന്നത്. അയ്യോ, നമ്മൾ അന്നൊരു തീരുമാനം ജനുവരി 26-ന് ലാഹോർ സെഷനിലെ തീരുമാനം എങ്ങും എത്തിയില്ലല്ലോ. ശരി, ഇരിക്കട്ടെ, ചാടി വീണിപ്പം എടുത്തായിട്ട് വേണ്ട, 2 മാസം കൂടെ കാത്തിരുന്ന് ജനുവരി 26-ന് നമുക്ക് ഇങ്ങനെ ഈ 26 എന്നുള്ളതിൻ്റെ പ്രത്യേകം 2ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 8ആണ്. ആ 8 നമ്മുടെ നിയമസഭയുടെ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അത് നിങ്ങൾ നേരിട്ട് സന്ദർശിക്കുമ്പോൾ പറയാം. ആ 8ൻ്റെ ഷേപ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നിലകളുടെ എണ്ണം 8, അങ്ങനെ കുറേ കണക്കുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 26-ൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വന്ന്. അതുകൊണ്ടാണ് ഈ ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ച ദിനമായും നിലവിൽ വന്ന ദിനമായും നവംബർ 26 അതിന് മുൻപുള്ള നവംബർ 26 അഡോപ്റ്റ് ചെയ്ത ദിനമായിട്ടും വന്നത്. ഞാനൊരു കൗതുകത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ, കൗതുക വിശേഷം എന്നുള്ള രീതിയിൽ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും കഥ തുടരുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത കാലഘട്ടത്തിന് ചില സവിശേഷതകൾ കൂടെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലെ റഷ്യ ഒഴിച്ചുള്ള മറ്റ് ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ എടുത്താൽ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ. അപ്പോൾ ഇത്രയും ജനസംഖ്യയ്ക്ക് വേണ്ടിയിട്ട്, ഇത്രയും ജനസഞ്ചയത്തിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ ജനസംഖ്യകൾ തന്നെ വിവിധങ്ങളായ ഭാഷ, വിവിധങ്ങളായ സംസ്കാരം, വിവിധങ്ങളായ പൈതൃകം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു ജനവിഭാഗം. ഈ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കെല്ലാം സ്വീകാര്യമായ ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ഒരു കാര്യം. മറ്റൊരു കാര്യം, അപ്പോൾ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം അപ്പോഴും സ്വതന്ത്ര പദവി കൊടുത്തിരുന്നു. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം സ്വതന്ത്ര പദവി, മിക്ക നാട്ടുരാജ്യങ്ങൾക്കും സ്വതന്ത്ര പദവി കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവരെ എല്ലാം കൂടെ ഒരു യൂണിയന്റെ കീഴിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരിക, ഒരു ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ മഹത്തായ ഭരണഘടനയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, വേറൊരു പ്രത്യേകത കൊണ്ട് ഗ്രേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ഇതിൽ സെക്കുലാരിസം നോക്കുമ്പോൾ ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സെക്കുലാരിസം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലെ കോൺസെപ്റ്റ് ഓഫ് സെക്കുലാരിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റ് രാജ്യങ്ങളിലെ കോൺസെപ്റ്റ് ഓഫ് സെക്കുലാരിസം എന്ന് വെച്ചാൽ, ചില രാജ്യങ്ങൾ സെക്കുലാരിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഈസ് എഗൻസ്റ്റ് റിലിജിയൻ, സ്റ്റേറ്റ് റിലിജിയനെതിരാണ്, റിലിജിയൻ അംഗീകരിക്കുന്നില്ല. ചില രാജ്യങ്ങളിൽ സ്റ്റേറ്റ് റെക്കഗ്നൈസസ് ഓൾ റിലിജിയൻസ്, എല്ലാ റിലിജിയനും അംഗീകരിക്കും. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ് റെക്കഗ്നൈസസ് ഓൾ റിലിജിയൻസ് ലൈക്ക്, എല്ലാ റിലിജിയനെയും ഒന്നുപോലെ അംഗീകരിക്കുന്നു മാത്രമല്ല, ഇറ്റ് ആൾസോ റെക്കഗ്നൈസസ് ദോസ് ഹു ആർ നോട്ട് ഹാവിങ് റിലിജിയൻ ഇല്ലാത്ത ആളുകളെയും കൂടെ, മതം ഇല്ലാത്തവരെയും കൂടെ അവിടെ അംഗീകരിക്കും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് ഓഫ് സെക്കുലാരിസത്തിന്റെ പ്രാധാന്യം. ഇങ്ങനെ പ്രാധാന്യമേറിയ ഒരു ഭരണഘടനയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. മാത്രമല്ല, ഈ ഭരണഘടനാ ദിനത്തിന് വേറൊരു സവിശേഷതയും കൂടെ ഉണ്ട്. അതിനെ നിയമദിനമായിട്ട് കൂടെയാണ് ആചരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് ഓൾസോ സെലിബ്രേറ്റഡ് ആസ് ലോ ഡേ. അതെങ്ങനെയാണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഭരണഘടന ഉണ്ടായ ദിനം, അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടായെന്നല്ല, അഡോപ്റ്റ് ചെയ്യപ്പെട്ട ദിനം. അപ്പോൾ അത് ശരി, ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതിൽ തെറ്റില്ല. അതിന് എന്ത് നിയമദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 1-2 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. 1920 ഓസ്ട്രിയൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി എന്ന് പറയുന്നത് ഹാൻസ് കെൽസൺ ആണ്. ഹാൻസ് കെൽസൺ പറയുന്നു, ഏതൊരു രാജ്യത്തെ നിയമം പരിശോധിച്ചാൽ അതിനെ ഒരു പിരമിഡ് പോലെ വയ്ക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പിരമിഡ് കണക്ക്. ആ പിരമിഡിൽ പല തട്ടുകളുണ്ട്.
ഒരു എക്സാമ്പിൾ, ഒരു സുപ്രീം കോടതി പാസ്സാക്കുന്ന ഒരു നിയമം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ നിയമം കുടികൊള്ളുന്നത്, ആ നിയമം സ്ഥിതി ചെയ്യുന്നത്, ആ നിയമം പിന്നെ അടിസ്ഥാനമായി കാണുന്ന ആ രാജ്യത്തെ നിയമമായിരിക്കും. ആ രാജ്യത്തെ സ്റ്റാറ്റ്യൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കോടതി വിധി പറയുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടുകൾ ഉണ്ടാകുന്നതാകട്ടെ പാർലമെന്റിൽ നിന്നാണ്. ആ പാർലമെന്റ് ഉണ്ടാകുന്നതാകട്ടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിനെ സൃഷ്ടിക്കുന്നു, പാർലമെന്റ് നിയമത്തെ സൃഷ്ടിക്കുന്നു, നിയമത്തിനെ ബേസ് ചെയ്ത് കോടതികൾ വിധി പറയുന്നു. കോടതി വിധികളാകുന്ന നിയമവും അടിസ്ഥാനപരമായി ആശ്രയിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. ഇതിനെ അദ്ദേഹം ഒരു പേരിട്ട് വിളിച്ച് ഗ്രണ്ട് നോം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്രണ്ട് നോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിയമത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരോക്ഷമായിട്ട് എന്തും കൂടെ ആകുന്നു എന്ന് ചോദിച്ചാൽ ലോയുടെയും കൂടെ ആകും. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13(1) അനുസരിച്ചിട്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ വിധേയമായി പോകണം. ബെറ്റർ സേ അതിന്റെ പാർട്ട് 3ക്ക് വിധേയമായി പോകണം, അല്ലെങ്കിൽ നിലനിൽപ്പില്ല. അതുപോലെ തന്നെ 13(2) അനുസരിച്ചിട്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടാക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായിരിക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിധേയമായി കൊണ്ടാവണം, അല്ലെങ്കിൽ അവ അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്, അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് വിധേയമായി കൊണ്ട് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കണം എന്നുള്ളത് ഭരണഘടനയെ നിയമങ്ങളുടെ നിയമമാക്കുന്നു. അങ്ങനെ നിയമങ്ങളുടെ നിയമമായ, അടിസ്ഥാന നിയമമായ, ഫണ്ടമെന്റൽ ലോ ആയ, ബേസിക് ലോ ആയ, പാരമൗണ്ട് ലോ ആയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡേ നമുക്ക് നിയമദിനമായും കൊണ്ടാടുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് നിയമദിനം എന്നൊരു പ്രത്യേകതയും കൂടെ ഇന്നത്തെ ദിവസത്തിന് വന്നു ചേർന്ന് ഈ നിയമദിനത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കിട്ടാവുന്ന ഈ മേഖലയിൽ നിന്നല്ല, വിവിധ മേഖലകളിലെ പ്രതിഭാശാലിയായ ഒരു പണ്ഡിതനെയാണ്. കാരണം അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്തറിയാം, വളരെ അടുത്ത് ചേർന്ന് നിന്ന് ഞങ്ങൾ പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ അപൂർവമാണ്. നിയമം ഒരു വശം മാത്രം. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമേ ആവുള്ളൂ നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ഹീസ് എ ലേണഡ് പേഴ്സൺ ഇൻ മെനി ഫാസറ്റ്സ് ഓഫ് ലൈഫ്. ലൈക്ക് എന്താ പറയുക, മാനേജ്മെന്റ് എക്സ്പെർട്ടാണ്, ഒരു മാനേജ്മെന്റ് ഗുരുവാണ്. പിന്നെ അതുകൂടാതെ പിന്നെ ഈ നമ്മളെ ഗുപ്ത ശാസ്ത്രം എന്നൊക്കെ പറയുന്ന കുറെ ശാസ്ത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗുപ്ത ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ. അതിലെ ഒരുപാട് ആഴത്തിൽ ഒരുപാട് പലയിടത്തും ഊളിയിട്ട് മുത്തുകൾ വാരിയെടുത്തിട്ടുള്ള ഒരു വിദഗ്ധനാണ്. മാത്രമല്ല സംസ്കൃതത്തിലും അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യമുണ്ട്. ഞാൻ ഗുപ്തശാസ്ത്രം, ജ്യോതിഷം, അതുമാതിരിയുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പിന്നെ ഹസ്തരേഖ, അങ്ങനെ വിവിധങ്ങളായ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മളെ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത്. ആ വലിയ മനുഷ്യനെ ഇന്നത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഒരുപാട് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു റോബർട്ട് ലിൻഡിന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ഡിസപ്പോയിന്റഡ് മാൻ എന്നാണ് അതിന്റെ പേര്. എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഒരു ആദ്യമായി സിനിമയിൽ കുറെ കുതിരകളെ കണ്ടിട്ടുണ്ട്. ആ കുതിരകളെ കണ്ടിട്ട് റിയാലിറ്റിയിൽ ഒരു കുതിരയെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഞെട്ടിപ്പോയി. കാരണം സിനിമയിലെ കുതിര എന്ന് പറഞ്ഞാൽ കുഞ്ചിരോമങ്ങളുള്ള പ്രത്യേകമുള്ള കുതിരയാണ്, ഭാവനയിലേ ഉണ്ടാവും. അങ്ങനെ ഭാവനയിലുള്ള കുതിരയെ വലിയ 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 രീതിയിൽ പ്രതീക്ഷിച്ചിട്ട് നേരിട്ട് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ വിഷമം. അതുപോലെ ഭയങ്കര സിനിമ, ഗംഭീര സിനിമ എന്നൊക്കെ ആളുകൾ പറഞ്ഞ് പോയി കാണുന്ന സിനിമ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഭാവനയിൽ ആ സിനിമയെ ഞാൻ ഭയങ്കര ഉയർത്തിക്കളഞ്ഞു. അപ്പൊ അതുപോലെ ഞാനിനി അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ വളരെയധികം അദ്ദേഹത്തെ മനസ്സിൽ കോട്ട കെട്ടും, വലിയ സങ്കല്പം വയ്ക്കും. ഇന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ അത്രയും നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ, പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ റോബർട്ട് ലിൻഡിന്റെ ഡിസപ്പോയിന്റഡ് മാനായി നിങ്ങൾ ഓരോരുത്തരും. അതുണ്ടാകാതിരിക്കാനാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള കഴിവുകളെ കുറിച്ച് ഞാൻ ഇപ്പം മിണ്ടാത്തത്, ആധികാരികമായിട്ട് പറയാത്തത്. കാണാൻ പോണ പൂരം പറഞ്ഞു കേൾക്കണ്ടല്ലോ, കാത്തിരിക്കൂ, കാണാം. എല്ലാവർക്കും ഒരു എന്താണെന്ന് പറഞ്ഞാൽ സന്തോഷകരമായ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് കേൾക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടും, ഇതിനെനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കും ഇന്നത്തെ വിശിഷ്ട വ്യക്തിയായ നമ്മുടെ ഡോക്ടർ പണ്ടാല അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി സാറേ, വളരെ ഉപകാരം, നന്നായിരുന്നു. ഉജ്ജ്വല പ്രഭാഷണം തന്നെയായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് പ്രഭാഷണത്തിനുള്ള മരുന്ന് സാറിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷം സാറ്. ഇനി അടുത്തത് ആശംസകളാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹോമിയോപ്പതിയായിട്ട് എന്ത് ബന്ധം എന്ന് പെട്ടെന്ന് ചിന്തിക്കും. ഹോമിയോപ്പതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഫിസിക്കൽ ആൻഡ് മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഓരോ രോഗിയുടെയും മാനസികമായ ശാരീരിക അവസ്ഥയെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അത് കൊടുക്കുന്ന മരുന്നിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെയാണ്. അത് തന്നെയാണ് ഹോമിയോ. എന്ന് മാത്രമല്ല സാറ് ക്രിമിനോളജിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഹോമിയോപ്പതിയുടെ പൈനിയർ ആയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ബോണി ഹസൻ. അദ്ദേഹം ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് ഗവൺമെന്റ് കമ്പനിയായ ഹോംകോയിലെ ഡോക്ടർ ശോഭ ചന്ദ്രനെ ആശംസ പറയാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1548ാമത്തെ ദിനത്തില് ഭരണഘടനാ ദിനം ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുകയും അതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തതിന് ആദ്യമേ ഞാൻ എല്ലാവരോടും അതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. കൂടാതെ ഈ IFPHന്റെ 1548ാമത്തെ പ്രഭാഷണത്തിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് അത് നടക്കുന്നത് ഒരുപാട് പേരുടെ അധ്വാനവും ഒരുപാട് പേരുടെ കൂട്ടായ്മയും കൂടിയാണ്. അതിന് ഞാൻ അതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ഭരണഘടനാ ദിനത്തിന്റെ പ്രത്യേകതയൊക്കെ ഉദ്ഘാടകൻ പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നടക്കാനും ഉണ്ട്. അപ്പം ഹോമിയോപ്പതി ഡോക്ടർമാരാണ് ഇതിന്റെ പ്രേക്ഷകര് അല്ലെ കേൾക്കുന്നവര്. അവർക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിക്കും, നമ്മളുടെ മാത്രം ഒരു അറിവും ജ്ഞാനവും കൊണ്ട് നമുക്ക് പ്രാക്ടീസോ അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും നിൽക്കാൻ കഴിയുമോന്ന്. പോരാ എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. നമ്മളുടെ മേഖലയിലെ അറിവ് കൂടാതെ നിയമപരമായ പരിജ്ഞാനവും നമ്മളുടെ ഡെയിലി ഉള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ജോലി എല്ലാത്തിനും നിയമപരമായ ഒരു പരിജ്ഞാനം ആവശ്യമാണ്. അപ്പം ഇത്തരം സംഘടനകളുടെ ഇത്തരം ഉള്ള പ്രവർത്തികൾ അതില് ആ ഫ്രിറ്റേണിറ്റിയിലുള്ള മുഴുവൻ പേർക്കും പ്രയോജനകരമായി ഭവിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളത് ക്ലാസ്സുകൾ ഉണ്ടാവുന്നത് കൊണ്ട് അതിലുള്ള എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അറിവ് വരികയും നമുക്കൊരു ആത്മവിശ്വാസം കൂടും. അറിവ് കൂടുന്തോറും എന്ത് പ്രശ്നത്തിനെയും ഫേസ് ചെയ്യാൻ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് ഇത്തരം ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കട്ടെ എന്നും ഈ ക്ലാസ് എല്ലാവർക്കും ഗുണകരമായി ഭവിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ശോഭ. ഡോക്ടർ ശോഭ BHMS കഴിഞ്ഞ് LLB ഉണ്ട്, MBA ഉണ്ട്. അത് കൂടാതെ ന്യൂസിലൻഡിൽ പോയിട്ട് MEG അതായത് മാസ്റ്റർ ഇൻ ഗവർണൻസ് അതിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയധികം പ്രതിഭാശാലിയായ വ്യക്തി ഡോക്ടർ ശോഭ. വളരെ നന്ദി. ഇനി നമുക്ക് അടുത്ത മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. പ്രഭാഷണം ഡോക്ടർ നാരായണ പണ്ടാല സാറാണ്. അദ്ദേഹം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. സാറിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം, ഒരാളിനേക്കാളും പൊക്കത്താണ് പുസ്തകങ്ങൾ. സാർ അതിനിടെ ഇറങ്ങി വരുന്നതാണ്. അത്രത്തോളം പുസ്തകങ്ങൾ വീട് മൊത്തം വാരി വെതറിയിരിക്കുകയാണ്. MSc, LLB, MBA, PhD, ഇപ്പോ MBA മാസ്റ്റർ ബിസിനസ്സിൽ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ 50 വയസ്സിന് ശേഷം എടുത്ത ഡിഗ്രി കുറെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളൊക്കെ എല്ലാം മതിയാക്കുന്ന സമയത്ത് സാർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാരായണ പണ്ടാല സാറിനെ ആദരപൂർവ്വം മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികൻ ഏറെ ആദരണീയനായ കൃഷ്ണകുമാർ സാറ്, അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അദ്ദേഹം ഒരു വലിയ അധ്യാപകനാണ്. എന്ന് പറയുമ്പോൾ ഒരു സാഗരമാണ്. ആ നീലിമയെ കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ബാലനാണ് ഞാൻ നിയമവുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. ഏറെ ബഹുമാനത്തോടു കൂടിയാണ് ഞാനത് എല്ലാവരുടെയും എടുത്ത് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഈ IFHന്റെ മുന്നൊരു പരിപാടിക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ആത്മസുഹൃത്തെന്നല്ല ഞാൻ പറയേണ്ടത്, മനോജ് ഡോക്ടർ എൻ്റെ ഒരു കുടുംബാംഗം കൂടിയാണ്. ഇങ്ങനെ
പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, ഞാൻ വന്ന് എന്തായാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് അത് വളരെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റീസെന്റ് IIM-ലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് യുവർ മേജർ ത്രെറ്റ് ദാറ്റ് ഫേസിംഗ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഉടനെ, എൻ്റെ സ്റ്റുഡൻ്റ് കൂടെയായിരുന്നു, എൻ്റെ അടുത്ത് ഉടനെ മറുപടി പറഞ്ഞ്, സാർ, ഇമ്മൻസ് ഫ്രീഡം, അതൊരു വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് ചോദിക്കുന്നത് സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീഡം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മളെ വിവിധ സംസ്ഥാനങ്ങളാക്കി തിരിച്ചത്. അപ്പൊ നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മെഡിക്കൽ സയൻസിൽ എന്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് നറേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് വന്നുകൊള്ളാം. അപ്പം ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏവരും ഓർക്കേണ്ടത്, നമ്മൾ ഹൃദയസ്ഥമാക്കേണ്ട ഒരു കാര്യമാണ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അവിടെയാണ് ഇക്വാളിറ്റി ബിഫോർ ലോ. ഇവിടെ വലിയവനൊന്നോ ചെറിയവനൊന്നോ ഇല്ല. ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട്. സ്ത്രീക്കും പുരുഷനും സമത്വം. ഇപ്പൊ നമുക്ക് പുതിയ ട്രാൻസ്ജെൻഡറും കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ വിശദമായിട്ട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം, അല്ലെങ്കിൽ അത് വേണം എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും നല്ലത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് മതേതരത്വം. എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? നമ്മൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. ശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ പൗരനും കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ഞാൻ പറയുകയാണ്, നമ്മൾ ഈ പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൗരൻ എന്താവണം, എങ്ങനെയാവണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നാട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് വളരെ ക്ലിപ്തമായിട്ട് പറയുന്നുണ്ട്. കേൾക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൗരർ അനീതിക്കെതിരെയുള്ള ഒരു കവചമായിട്ടാണ് നമ്മുടെ ഈ ഭരണഘടനയെ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ ആർട്ടിക്കിൾ 21 കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുള്ളപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ തന്നെ ഉള്ള ഒരു ഡോക്ടർക്ക്, അല്ലെങ്കിൽ ഡോക്ടർ ധനേഷ്, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ധനേഷ് ഡോക്ടർക്ക് ഒരു സ്വർണ്ണ നാണയം കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ ഉള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ വിവിധ എന്താ പറഞ്ഞ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ആർട്ടിക്കിൾ ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മരിക്കാൻ അവകാശം തന്നിട്ടില്ല. അവിടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചാരുത എന്ന് പറയുന്നത്. അവിടെ അത് വളരെ ക്ലിപ്തമായിട്ടും അത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ഞാൻ വളരെ ഒരു പ്രശസ്തമായ അല്ലെങ്കിൽ ഏവരും വായിച്ചിരിക്കേണ്ട ഒരു കേസ് സ്റ്റഡി ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുപ്രീം കോടതി കേസസ് 144-94 ഗാംഗോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നൊരു കേസ് ഉണ്ട്. അതിന്റെ വിധിന്യായം ഏവരും ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള്, പരാമർശങ്ങള്, കോടതിയുടെ വ്യൂസ്, അതെല്ലാം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് 1973
കേശവാനന്ദ ഭാരതി കേസ്. അടിസ്ഥാന ഘടന എന്ന തത്വമാണ്. അടിസ്ഥാന ഘടന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. പക്ഷെ കേശവാനന്ദ ഭാരതിയുടെ കേസിലൂടെ അത് സുപ്രീം കോടതി കൽപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ പലയിടത്തും കേശവാനന്ദ ഭാരതി കേസ് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് പുറമെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇല്ല, നമ്മൾ ചില അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. അമെൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യുന്നവരുടെ ഉന്നമനം കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 101-ാമത്തെ ഭേദഗതിയിൽ പറയുന്നത് ഒരു രാജ്യം ഒരു നികുതി. അതൊരു വലിയ കൺസെപ്റ്റാണ്. വലിയ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ചില പോരായ്മകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾക്കതിൽ വിമർശനാത്മകമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഒരു രാജ്യം ഒരു നികുതി എന്ന് പറയുമ്പോൾ പണ്ട് തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കയറുമ്പോൾ എൻട്രി ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ കർണാടകത്തിൽ കയറണമെങ്കിൽ എൻട്രി ടാക്സ് കൊടുക്കണം, മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ ചില പോളിസീസ് കൊണ്ടുവന്ന് അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ 101-ാം ഭരണഘടനാ ഭേദഗതി അതൊരു വിപ്ലവാത്മകമായ ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 106-ാമത്തെ ഭേദഗതി. അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നത്. അവിടെ ഒരു സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീ? അപ്പൊ അത് മഹാത്മാഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലുള്ള ഏറ്റവും പ്രശസ്തർ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ ഉദ്യോഗസ്ഥയായാൽ അല്ലെങ്കിൽ വരുമാനം ഉണ്ടായാൽ, സ്ഥിര വരുമാനം ഉണ്ടായാൽ ഒരു കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്, ഉന്നതിയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ സ്ത്രീ ശാക്തീകരണവും, അപ്പൊ ആ സ്ത്രീ ശാക്തീകരണം എംഫസിസ് ചെയ്യുന്ന ഒരു പാർട്ട്, അല്ലെങ്കിൽ അവിടെയും നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കവചമായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് വളരെ സമയപരിമിതിയുണ്ട്. ഏതായാലും നമ്മൾക്ക് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നമ്മളുടെ നിയമസംഹിതയ്ക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വളരെ 1860 ഉണ്ടായതാണ് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം. അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എവിഡൻസ് ആക്ട്, അതായത് തെളിവ് നിയമം 1872 ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കാലാനുസൃതമായ മാറ്റങ്ങൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളുടെ മനസ്സിൽ കുടികേറിയിരിക്കുന്നതാണ്. ഇപ്പൊ കുട്ടികൾക്ക് പഠിക്കുന്നതിന്, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ CCയുടെ ഗൈഡ് അല്ലെങ്കിൽ വിദ്യാർത്ഥി മിത്രത്തിന്റെ ഗൈഡ് മുതലായവയൊക്കെ നമ്മൾ വാങ്ങിച്ചു പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴതൊന്നും വേണ്ട. അവർക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ChatGPTയോട് ചോദിച്ചാൽ അവർ അപ്പോഴത്തന്നെ ആൻസർ കൊടുക്കും. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടത് തരാൻ കഴിയും. അത്രത്തോളം ശാസ്ത്ര പുരോഗതി, അല്ലെങ്കിൽ നമ്മളുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഇതെല്ലാം എന്തിൻ്റെ ഇമ്പാക്റ്റ് ആണെന്ന് ചോദിച്ചാൽ അതൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. LPG എന്ന് പറയും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇതെന്ന് ഞാൻ പറയുകയാണ്. ഇനി അപ്പം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിതയായിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ രൂപമാണ് ഭാരതീയ ന്യായ സംഹിത. അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതുപോലെ ഭാരതീയ സാക്ഷി അധിനിയം, അത് എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം. ഇതാണ് ഇപ്പോൾ ഏറ്റവും വിപ്ലവാത്മകമായി എവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ സാറ് അദ്ദേഹം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിങ്ങളെല്ലാം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത്, നാളെ എനിക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ കോളേജിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെമിനാർ ഇതുപോലെ കീനോട്ട് അഡ്രസ്സിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല പുസ്തകങ്ങൾ നോക്കി, പല കാര്യങ്ങൾ നോക്കി, പലത് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയാൻ, ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ പരിശോധിച്ച് ആ ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു.
ക്വസ്റ്റ്യൻ ഉണ്ട്, വെദർ ഇറ്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഈ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് അപ്ലൈ ചെയ്താണ് അത് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഞാൻ കുറച്ചുകൂടി ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പുറകോട്ട് പോവുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കർമ്മങ്ങൾ, ഏതൊരു മനുഷ്യന്റെ കർമ്മങ്ങൾ 4 കാര്യങ്ങളിലാണ് അധിഷ്ഠിതപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അർത്ത് മീൻസ് പ്രോപ്പർട്ടീസ്, ധനം. സെക്കൻഡ് കാമ, തേർഡ് ധർമ്മ, ഫൈനലി മോക്ഷം. ഇതാണ് മനുഷ്യന്റെ ഒരു ചക്രം തിരിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് അത് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാം. നമുക്ക് പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് 2ആയിട്ട് തന്നെ നമുക്ക് തിരിക്കാം. ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ. ടാൻജിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇൻടാൻജിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തത്, ഇപ്പോൾ ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം ഏറ്റവും വലിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ അളക്കാൻ വയ്യാത്തൊരു കാര്യമാണ് അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത്. ഞാനതിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. വി കനോട്ട് മെഷർ. അതുപോലെ തന്നെയാണ് ബൗദ്ധിക സ്വത്ത് എന്ന് പറയുന്നതും. അതുപോലെ അതിനെ നമുക്കൊന്ന് ഈ ഇപ്പോൾ പുതിയതായിട്ടുണ്ടായ ഈ നിയമത്തിലുള്ള ഒരു ഗ്യാപ്പാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ സാറ് അദ്ദേഹം ഇതിനൊരു മറുപടി കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രകാരം ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്തൊരു കാറ് നമ്മുടെ നിരത്തിലൂടെ ഓടുന്നു. ആ നിരത്തിലൂടെ ഓടുന്ന ആ വണ്ടി ക്രാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വണ്ടി ഒരാളെ ഇടിച്ച് അയാൾക്ക് അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അയാൾ മരണപ്പെടുന്നു. ഹൂ വിൽ ബി ഹെൽഡ് ലയബിൾ? ഞാൻ ചോദിച്ച ചോദ്യം ഒരു ന്യായമായ ചോദ്യമാണ്. ഇപ്പൊ അതുപോലെ റോബോട്ടിക് സർജറി നടത്തുന്നു. റോബോട്ടിക് സർജറി ചെയ്യുന്ന റോബോട്ട്സ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്ന, ആ നിർദ്ദേശം ഏതെങ്കിലും തരത്തിലൊന്ന് തെറ്റിപ്പോയ ഒരു രോഗിക്ക് എന്താ പറയുക, ഉദ്ദേശിക്കുന്ന ആ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ വെദർ ദാറ്റ് അമൗണ്ട്സ് ടു മെഡിക്കൽ നെഗ്ലിജൻസ്. റിയൽ ക്വസ്റ്റ്യൻ. അതൊരു ഗ്യാപ്പാണ്. ഞാൻ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും ഞാൻ പഠിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ആർട്സ് ആൻഡ് സയൻസിൽ പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്, ലോ കോളേജ് പഠിച്ചിട്ടുണ്ട്, എല്ലാം അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് മാത്രമേ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാ, അവിടെ ഇതെങ്ങനെ നമുക്ക് സാധൂകരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് അക്ഷന്തവ്യമായി രൂഢമൂലമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഞാൻ പറയുകയാണ്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന പോലെ ചില അപ്പൊ ഞാൻ ആ ഡോക്ടറെ യാദൃശ്യമായിട്ട് പറഞ്ഞു, സാറപ്പം ഈ പാലും ചായയൊക്കെ ഒന്ന് നിർത്തണം, പാലൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞു. മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കുറച്ച് റെഡ്യൂസ് ഇറ്റ്, അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ അവോയ്ഡ് ഇറ്റ് അവോയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അധ്യാപകനും ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ചായ കുടിക്കും. ഇപ്പൊ മനോജ് സാറിന്റെ വീട്ടിൽ വന്നാലും മനോജ് സാർ കണ്ട ഉടനെ ഒരു ചായ തരും. നമ്മൾ കുടിക്കാതിരിക്കുന്ന അങ്ങനെ ചൂട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന കണ്ട് നമുക്ക് ചായ കിട്ടുന്ന ഇഷ്ടം. അപ്പൊ ഞാൻ അത് റെഡ്യൂസ് ചെയ്തു. അതിൽ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, റാപ്പിഡ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് മറ്റേതെങ്കിലും ഇപ്പൊ പാലിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. സപ്പോസ് ദാറ്റ് എന്റെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു എന്നിരിക്കട്ടെ. Can I file a suit against that doctor? Whether that amounts to medical negligence, പറയാൻ പറ്റൂ? ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ നിയമങ്ങളുടെയൊക്കെ ഒരു ചാരുത, അല്ലെങ്കിൽ നിയമങ്ങളെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ, നമ്മൾക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഡിസംബർ 6 അല്ലേ, ഡിസംബർ 6 ഒരു ദിവസം കൂടെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഡിസംബർ 6 തന്നെ നമുക്കത് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ നെഗ്ലിജൻസ് കൊണ്ട്, ഡോക്ടേഴ്സിന്റെ നെഗ്ലിജൻസ് കൊണ്ട് ഏതെങ്കിലും ഒരു രോഗി മരണപ്പെട്ടു പോയാൽ ശിക്ഷ ഉണ്ടാവും, ശിക്ഷിക്കണം.
അതാണ് ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക. നമ്മളുടെ വീട്ടിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഒരു പട്ടി വന്നിരുന്നു, ഒരു കല്ലെടുത്തെറിഞ്ഞു. പട്ടി ഓടിപ്പോയി അതൊരു കുട്ടിയുടെ തലയിൽ കൊണ്ടു. കുട്ടി വീണ് മരിച്ചു. കേസെടുക്കുമോ? കേസെടുക്കും. അപ്പോൾ കേസെടുക്കുമ്പോൾ പറയുന്നു, ഞാൻ പട്ടിയെയല്ല എറിഞ്ഞത്, കുട്ടിയെയല്ല എറിഞ്ഞത്, പട്ടിയെയാണ് എറിഞ്ഞത്. പക്ഷെ ഞാൻ പട്ടിയുടെ പുറത്ത് കൊള്ളുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പട്ടി ഓടിപ്പോയി കുട്ടിയുടെ പുറത്ത് കൊള്ളുന്നതുകൊണ്ട് എൻ്റെ നിരപരാധിത്വമാണ്, എന്നെ വെറുതെ വിടണമെന്ന് പറയാൻ പറ്റുമോ? ന്യായമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. കുസൃതി ചോദ്യം എന്നാൽ പോലും ഞാൻ ന്യായമായ ചോദ്യം ചോദിച്ചത്. കേസെടുക്കും. കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ എ ഹ്യൂമൻ ബീയിങ് പറയാം. നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അവിടെ മോട്ടിവേഷൻ ഇല്ല, ഇന്റൻഷൻ. അപ്പോൾ ശിക്ഷ കിട്ടണമെന്നില്ല, പക്ഷെ കേസെടുക്കും. കേസെടുക്കും. ന്യായമായിട്ട് ശിക്ഷിക്കപ്പെടും. ഇപ്പൊ റീസെന്റ് തന്നെ നമുക്കറിയാം, ഒരു വലിയ ഉദ്യോഗസ്ഥന് ഒരു ചെറിയ ഒരാള് ഒരു ലേഡി പ്രസംഗിച്ചപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്ത് എന്തെല്ലാം കോളുകളൊക്കെ ഉണ്ടാക്കി. ചിലപ്പോൾ അവർക്ക് ഇയാളെ ഒന്ന് ചൊറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു കാണത്തുള്ളൂ. അയാൾ മരിച്ചു പോകണമെന്ന് ഒരിക്കലും മരണത്തിലേക്ക് തള്ളിവിടാൻ അവർ ആഗ്രഹിച്ച് കാണത്തില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല. തിരിച്ചു ചിന്തിച്ചാൽ നമ്മളെല്ലാം ഘോരഘോരം പല കുറ്റങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ആരെ പറഞ്ഞാൽ ഉടനെ പോയി അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ കുറ്റമാവുന്നു. അവിടെയൊക്കെ ചില എന്താ പറയുക, അതിനെയൊക്കെ നമുക്ക് വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുക, അവിടെയാണ് പഴയ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 304A പ്രകാരം കേസെടുക്കും. 304A റാഷൻ നെഗ്ലിജന്റ് ആക്ഷൻ പഴയ ഒഫൻസ് ആണ്. പുതിയതാണെങ്കിൽ 106 ഭാരതീയ ന്യായ സംഹിതയിൽ 106 അത് പറയുന്നത്. 106 ആരുടെയെങ്കിലും റാഷൻ നെഗ്ലിജന്റ് ആക്ഷൻ കൊണ്ട് ഒരു ജീവന് ആപത്തുണ്ടായാൽ അയാൾക്ക് 5 വർഷം വരെ ശിക്ഷയും അതുപോലെ തന്നെ ഫൈനും 2 നൽകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 2 വർഷമാക്കിയിട്ടുണ്ട്. 106(1) ഒരു സബ് ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയാണ്. നെഗ്ലിജന്റ് ആവരുത്. നെഗ്ലിജന്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റാഷൻ നെഗ്ലിജന്റ് ഡ്രൈവിംഗ് നമ്മളെല്ലാം ഈ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവരാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്ലെടുത്തെറിഞ്ഞത് ഒരു റാഷൻ നെഗ്ലിജന്റ് ആക്ഷനാണ്. ആ എറിഞ്ഞ കല്ല് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ്ലി നടന്ന സംഭവത്തിൽ തന്നെ ഇതിൽ ഉൾപ്പെട്ടവർ വളരെ എന്താ പറയുക, എല്ലാ തരത്തിലുമുള്ള വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. പവർഫുൾ ആണ്. പക്ഷെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നു. മുൻ പ്രധാനമന്ത്രി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നു. അവിടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പൗരന്മാർക്ക് അനീതിയുടെ ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ നവംബർ 26 എന്ന് പറഞ്ഞ ദിവസം നമ്മൾ ഓർക്കേണ്ടതാണ്. നവംബർ 26 ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ 8 ഒരുപാട് പ്രത്യേകത ഉണ്ട്. 8 പ്രത്യേകത എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചക്രവ്യൂഹം 8 പോലെയാണെന്ന് തോന്നി. 8 കയറിപ്പോയാൽ തിരിച്ചിറങ്ങാൻ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. 8 കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പ്രയാസമാണ്. അതാണ് അതിൻ്റെ ഒരു 8 ഒരു പ്രത്യേകത. 8 ഒരുപാട് പ്രത്യേകത ഉണ്ട്. അഷ്ടദിക്പാലകരുണ്ട്, അഷ്ടചൂർണമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. 8 ഒരുപാട് പ്രത്യേകത ഉണ്ട്. 8ന്റെ പണി എന്ന് പറയും. 8ന്റെ പണി എന്ന് പറയും. അതാണ് 8. യെസ് ഡോക്ടർ ശൈല പറഞ്ഞതിന് കറക്റ്റ്. 8ന്റെ പണി എന്ന് പറയുന്നത് തിരിച്ച് ആ പണിയിൽ നിന്ന് മോചിതരാവാൻ പ്രയാസമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മളെ ബാധിക്കുന്ന ഒരു നിയമവിഭാഗമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്.
ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ റീസെന്റ് ഞാനത് അടുത്ത പ്രാവശ്യം ഞാൻ കുറെ കേസ് സ്റ്റഡീസ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ മെഡിക്കൽ നെഗ്ലിജൻസിലെ ഫേമസ് കേസ് സ്റ്റഡീസ്. നമുക്കിപ്പം വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുദീർഘമായിട്ട് ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തേലും ചോദിക്കാൻ സാറിനോട് എന്തേലും ചോദിക്കാനായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം, ഇത് കഴിഞ്ഞിട്ടോ. ഓക്കെ. അപ്പം ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് മെഡിക്കൽ നെഗ്ലിജൻസിന് ഏറ്റവും കൂടുതൽ കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ കാലതാമസം ഉണ്ടാകുന്നില്ല. ഡോക്ടർമാർക്ക് ഫൈൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കേസുകൾ ഞാൻ മനസ്സിലാക്കി. 1-2 കേസുകൾ ഒരു രോഗിക്ക് രക്തം കൊടുത്തപ്പോൾ HIV ഉണ്ടായി, ആ രോഗി മരിച്ചുപോയി. അപ്പൊ കൊടുത്ത ബ്ലഡിൽ HIV ഉണ്ടായിരുന്നു, HIV ബാധിച്ച രക്തമായിരുന്നു. അതിന് ഭീമമായ പിഴയാണ് കൊടുത്തത്. ഇതുപോലെ തന്നെ മറ്റൊരു രോഗിയുടെ ഓർഗൻസ് ബോംബെ ആണെന്ന് തോന്നുന്നു, ഏതോരോ ആശുപത്രിയിലെ സർജറിക്കിടയിൽ ഓർഗൻസ് എങ്ങനെയോ അടിച്ചു മാറ്റിയെന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയോ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ഭീമമായ. അപ്പൊ ഇതൊക്കെ മെഡിക്കൽ അവിടെ വിൽഫുൾ ആക്ഷൻ ഉണ്ട്. അപ്പം ബോധപൂർവം ചെയ്യുന്ന ഒരു കുറ്റകൃത്യം കുറ്റകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പം ഈ യഥാർത്ഥത്തില് നിങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഭാരതീയ ന്യായ സംഹിത 106. എല്ലാവർക്കും അത് വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എല്ലാം നെറ്റിൽ കിട്ടുന്നതാണ്. ഭാരതീയ ന്യായ സംഹിത 106 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഴയ ഇന്ത്യൻ പീനൽ കോഡ് 304A എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ ഏവർക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മെഡിക്കൽ നെഗ്ലിജൻസ്. പിന്നെ അവിടെ മരുന്ന് മാറിക്കൊടുത്ത് രോഗിക്ക് കോമ സ്റ്റേജ് ഉണ്ടായി, അല്ലെങ്കിൽ റീസെൻ്റ്ലി കൈ തളർന്നുപോയി, ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈ തളർന്നുപോയി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചില എന്താ പറയുക, അതൊക്കെ നെഗ്ലിജന്റ് ആക്ഷൻ ആയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. റീസെൻ്റ്ലി തന്നെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 10:20 ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് ഡിസംബർ 6-ന് അടുത്ത ദിവസങ്ങളിൽ വളരെയധികം നമുക്ക് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമുക്ക് ഭീംറാവു അംബേദ്കർ അദ്ദേഹം സമ്മാനിച്ച ഈ ഒരു ബൃഹത് സംഹിത നമ്മളേവരും നിറവർണ്ണ പൂക്കൾ എറിഞ്ഞാണ് നമ്മൾ സ്വീകരിച്ചത്. അത് നമ്മൾക്കൊരു കവചമായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാവുന്ന എല്ലാ എന്താ പറയുക അവകാശങ്ങളും നേടിത്തരുന്ന രീതിയിലാണ് അത് വിഭാവന ചെയ്തിരിക്കുന്നത്. അത് പൗരന്മാർക്ക് അല്ലെങ്കിൽ എങ്ങനെ ഭരണ നിർവഹണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് ജുഡീഷ്യറി എല്ലാ കാര്യങ്ങളിലും അത് വളരെ ക്ലിപ്തമായിട്ടും അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഭരണഘടനയുടെ ഏറ്റവും ബൃഹത്തായ ഒരു പുസ്തകം എഴുതിയത് ഇന്ത്യക്കാരനല്ല, സെർവായിയാണ്. സെർവായിയുടെ ബുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിനുശേഷം വളരെയധികം ഒരുപാട് നല്ല നമ്മുടെ മലയാളിയായ പ്രൊഫസർ MV പൈലി സാറിൻ്റെ ബുക്ക് വളരെ നല്ല പുസ്തകമാണ്. അതുപോലെ തന്നെ DD ബസു, ഞങ്ങളൊക്കെ കൂടുതൽ റെഫർ ചെയ്യുന്ന ബുക്കാണ് DD ബസിൻ്റെ ബുക്ക്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. എല്ലാവർക്കും വായിച്ചു നോക്കുന്നതിനും അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും നമ്മുടെ നിയമവകുപ്പും ഭരണഘടനയുടെ ബൈലിംഗൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്നും അപ്ഡേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഷൈല ഡോക്ടർ, ഹരിഹരൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ഹരിഹരൻ സാറേ അൺമ്യൂട്ട് ചെയ്തേ സാറേ. ഹരിഹരൻ സാറേ ഓക്കെ. സാർ നായയുടെ കാര്യം പറഞ്ഞില്ലേ? കല്ലെടുത്ത് നായ എറിഞ്ഞു, അത് കുട്ടിയുടെ തലയെ കൊണ്ടു, കുട്ടി മരിച്ചു. വാസ്തവത്തിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം. എന്താന്ന് വെച്ചാൽ ആ നായയെ ഒരു മൃഗത്തിനെ അങ്ങനെ കല്ലെടുത്ത് എറിയാനുള്ള അവകാശം ഒരാൾക്കില്ല. ഇല്ല, അവിടെ സാറ് ഞാനത് വേറൊരു അർത്ഥത്തിലാ പറഞ്ഞ, ഒരു പട്ടിയെ ഓടിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ സാറാ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതൊന്നും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് 8ന്റെ കാര്യമാണ്. സാർ 8 എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, അതായത് ഒരു സമൂഹം മുഴുവൻ അതിനകത്ത് വരുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ, ക്രോസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഇതാണ് ഈ 8 എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ 8 ഒരു നല്ല എക്സാമ്പിൾ തന്നെയാണ്. ഇത് രണ്ടും പറയാനാ ഞാൻ. ഇനി അടുത്ത സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ. എനിക്ക് താങ്ക് യു സർ.
താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ഒപ്പീനിയൻ. ആ എനിക്ക് തീർച്ചയായിട്ടും ഭരണഘടനയെ കുറിച്ച് സാർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടെ നെവിൻ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണം. പക്ഷെ അതിനകത്ത് ഉള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. സാർ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കാം. പക്ഷെ ഇന്ന് സമയം തീരെയില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഡിസംബർ 6 അംബേദ്കറുടെ ചരമദിനമാണ്. ആ ദിവസം തന്നെ എൻ്റെ പാർട്ടി വെക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. അന്നും ഒരു പ്രത്യേക പരിപാടി തന്നെയുണ്ട്. അതായത് മനുഷ്യാവകാശവും പൊതുജനാരോഗ്യ ബില്ലും എന്ന വിഷയമാണ് നമ്മൾ അന്ന് വെക്കുന്നത്. എന്തായാലും നമുക്ക് സാറ് സംശയം ചോദിച്ചതിലും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തതിൽ നന്ദി. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ശരി ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യൂ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോ ഡോക്ടറെ. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. സലിംകുമാർ ഡോക്ടറെ. ഹലോ, കേക്കാവോ? ഹലോ, കേക്കാം ഡോക്ടറെ. സാറേ, എനിക്കൊരു ചോദ്യം, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. സാറ് സംസാരിക്കാം ഡോക്ടറെ. സലിംകുമാർ മനോരമ വരൂ ഡോക്ടറെ. സലിംകുമാർ ഡോക്ടർ സംസാരിക്കുക. അവിടെ നെറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും കേൾക്കാത്തത്. മനോരമയിലുണ്ടായിരുന്ന ഭണ്ഡാര സാറ് താങ്കളാണോ? സാറേ, മനോരമയിൽ പണ്ടുണ്ടായിരുന്ന ഭണ്ഡാര സാറ് താങ്കളാണോ? അല്ല, അതെന്റെ ഒരു റിലേറ്റീവ് ആണ്. ഓക്കെ 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 സാർ. അതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ജയകുമാർ പണ്ടല്ല. ഓക്കെ ഓക്കെ. അല്ല, എനിക്ക് ഒരു 35 വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തെ കണ്ടിരിക്കണം. അപ്പൊ ഇപ്പോഴും വനിതയിലും മറ്റേ മനോരമയിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. ഓക്കെ 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 സാറേ. അത് ലത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ. ഡോക്ടർ ലത മനോഹരൻ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. നമസ്കാരം സാറേ. നമസ്തേ. എനിക്ക് ചോദിക്കാനുള്ളത് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ച് ആധാരപ്പെടുത്തിയാണോ പുതിയ ഇന്ത്യൻ ന്യായ സംഹിത ഉണ്ടാക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. മാത്രമല്ല, ഇത് പറയുമ്പോൾ എനിക്ക് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമുണ്ട്. നമ്മള് ലോകത്ത് ഈ നമ്മൾക്ക് അറിയാവുന്നതിൽ ഏറ്റവും ആദ്യത്തെ നിയമം മനുസ്മൃതിയാണ്. മനുസ്മൃതി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അർത്ഥശാസ്ത്രമുണ്ട്, ചാണക്യസൂത്രമുണ്ട്. ഇതിനെയൊക്കെ നിയമമായിട്ടും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ മനുസ്മൃതിയിൽ ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞ ഈ മിത്തോളജിക്കൽ കൺസെപ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ഈ 4 കാര്യം. ഒരു മനുഷ്യന്റെ കാലചക്രം തിരിയുന്നത് ഇതിനെ ബേസ് ചെയ്താണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സാർ. നന്ദി. എന്തായാലും വളരെ പരിസരം ചോദിക്കാനുണ്ടോ? ഡോക്ടർ ഷൈല ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യ പരിസാറിനെ. ഓക്കെ സാറേ. ഗുഡ് ഈവനിങ് സാർ. വെരി ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, യശോധര ഉണ്ടായിരുന്നു. നിങ്ങൾ റിലേറ്റഡ് ആണോ എന്നുള്ള അറിയത്തില്ല, ചോദിച്ചതേ ഉള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി നമ്മുടെ നിയമസംഹിത പൊളിച്ചെഴുതേണ്ടി വരികയില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ അതാ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ ഗ്യാപ്പിന് ഞാനതിവിടെ ഓപ്പണായിട്ട് പറയുന്നില്ല. ഞാൻ ദുബായിലൊരു കോൺഫറൻസിന് വിളിച്ചിട്ടുണ്ട്. ആ ദുബായിൽ ഇതിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ സിനാരിയോയിൽ ശരിക്കും മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ശരിക്കും സിനിമ എന്നല്ല, എല്ലാ ഫീൽഡിലും, ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണെങ്കിലും AI വരുമ്പോഴത്തേക്ക് വലിയ മാറ്റം വരും. അതുപോലെ നിയമസംഹിത ഇലക്ട്രോണിക് തെളിവുകൾ എടുക്കുന്നതിനെ കുറിച്ചും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വളരെ കാര്യം പഠിക്കേണ്ടതായിരിക്കും. എന്താ പറയുക, അതിന് ക്ലിപ്തത വളരെ കുറവാണ്. അപ്പൊ അതിനൊരു പ്രത്യേക സെഷൻ തന്നെ വേണ്ടി വരുന്നിരിക്കുന്നു. നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട്. ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിലപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും AI-യുടെ ആപ്ലിക്കേഷൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ പ്രഭാഷണം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വെരി ഇൻഫോർമേറ്റീവ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ സാർ. അടുത്ത ജയചന്ദ്രൻ ഡോക്ടറെ. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട്.
അതെങ്ങനെ കിട്ടുന്നത് ഡോക്ടർ? Thank you. സംസാരിച്ചോളൂ ഡോക്ടർ. കേൾക്കുന്നുണ്ടല്ലോ. ജയചന്ദ്രൻ ഡോക്ടർ സംസാരിക്കാമോ? ഓ, ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ വാക്കുകൾക്ക് അതിയായ ശക്തിയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്നിരുന്നാലും സാറേ, ഇന്നത്തെ ഈ നിയമ സംഹിതയില് ഇന്ന് രാഷ്ട്രീയ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ശരിയായ രീതിയിൽ അച്ചീവ് ചെയ്യപ്പെടുന്നില്ല. അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? സാർ അത് സാറ് പറഞ്ഞപ്പം പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കൈൻഡ്ലി റിപ്പീറ്റ് വൺസ് അഗൈൻ സാർ. രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും നിയമം അത് കറക്റ്റായിട്ട് ആ നിയമം കറക്റ്റായിട്ട് നടക്കുന്നില്ല. നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. അതെ, ഇപ്പൊ ഷൈല ഡോക്ടർ പറഞ്ഞ തന്നെയാണ്. രാഷ്ട്രീയക്കാരുടെ നിയമങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. അതിനെന്തെങ്കിലും നിയമം കൊണ്ടുവരാൻ പറ്റുമോ? നിയമങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും രാഷ്ട്രീയത്തിനിടയ്ക്ക് നമ്മൾ ഡെയിലി വാർത്തയിലോ ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചോദിക്കാം. മനോജ് ഡോക്ടർ അവിടെ നെറ്റ് തീരെ ഇല്ല, ഇപ്പോഴും അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ ഇനി മനോജ് ഡോക്ടർ ഇനി സമയം കളയാതെ നമുക്ക് നന്ദി പറയാൻ ക്ഷണിക്കാന്ന് തോന്നുന്നു. നെറ്റ് പോയി. ഹരിഹരൻ ഡോക്ടർ ഹരിഹരൻ സാറ് നേരത്തെ സംസാരിച്ചതാണ്. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലിംകുമാർ പക്ഷേ അവർ രണ്ടുപേരും സംസാരിച്ചതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോ തൽക്കാലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് 28-29 അപ്പോഴേ സലിംകുമാർ ഡോക്ടർക്ക് അത്യാവശ്യം എന്തെങ്കിലും പറയാനുണ്ടോ? സമയം ഉണ്ട്. പക്ഷെ മറ്റേ നമ്മളെ ഗസ്റ്റ് ഔട്ടായി പോയി കേട്ടാ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ മനോജ് ഡോക്ടർ ഔട്ടായി. അതുകൊണ്ട് മൈക്ക് ഞാൻ എടുക്കുകയാണ്. ഡിസംബർ 6-ന് അതാണ്. വീണ്ടും വരുന്നുണ്ട്. അപ്പോഴേ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കും. മറിയാമ്മ ഡോക്ടറെ നെറ്റ് പോയെന്ന് തോന്നുന്നു. സ്റ്റക്കായിരിക്കണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. അല്ല, ഞാൻ സാറിന്റെ അറിവിനോട് ഒരു കാര്യം പറയാം സാറേ. ഈ ഇവിടെ ഈ കൺസ്യൂമർ നിയമം ഡോക്ടർമാർക്ക് ബാധകമാക്കിയപ്പോൾ ഈ കേരളത്തിലെ ഹോമിയോപ്പതിക്കാരുടെ സംഘടന അന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അത് സാറ് അറിഞ്ഞിരിക്കണം. എല്ലാ ഡോക്ടർമാരും ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ നിയമത്തെ എതിർത്തപ്പോൾ കേരളത്തിലെ അന്ന് ഹോമിയോപ്പതിക്കാരുടെ പ്രധാന സംഘടന ജനങ്ങളുടെ ഭാഗത്ത് നിന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഏതായാലും ഇങ്ങനെ പണ്ടാര സാറിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ വീട് കിട്ടിയതിലും നമ്മള് അല്ല ഓക്കെ അല്ല ഞാൻ കുറച്ച് കഴിഞ്ഞത്. ഓക്കെ സാർ. അദ്ദേഹത്തിന് പറഞ്ഞേക്കാം. അദ്ദേഹത്തെ അല്ല, അത് ഡോക്ടർക്ക് അറിഞ്ഞുകൂടായിരിക്കും ആരാണ് എന്താന്നുള്ളത് നോക്കി കാണും. ഇല്ല, ഞാൻ അദ്ദേഹം സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കയറും. ഓക്കെ. ഓക്കെ. നന്ദി മനോജ് ഡോക്ടറെ. കാരണം സ്വാഗതം പറയാനും നന്ദി പറയാനുമുള്ള ഭാഗ്യം കിട്ടി. എന്തായാലും ദേശീയ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായി കിട്ടിയത് ശ്രീ എൻ കൃഷ്ണകുമാർ സാറ്. അദ്ദേഹം നിയമസഭാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ തിരക്കുള്ള സമയത്തും നമ്മോടൊപ്പം പങ്കുചേരുകയും നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത സാറിന് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് കിട്ടിയത് അതിന് ഏറ്റവും യോജിച്ച ആള് തന്നെയാണ് ഡോക്ടർ നാരായണ പണ്ടാല സാറ്. സാധാരണ ഈ ഭരണഘടനയൊക്കെ കേട്ടാൽ നമുക്ക് ഒരിച്ചിരി തലവേദന എടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ സാറ് അത് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് വളരെ കേൾക്കാൻ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് തോന്നിയത്. വളരെ നല്ല രീതിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ നാരായണ പണ്ടാല സാറിനും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരുന്ന
ഡോക്ടർ ശോഭാചന്ദ്രൻ. ഡോക്ടർ ശോഭാചന്ദ്രനും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി പ്രകാശനത്തിന് എത്തിയെങ്കിലും നെറ്റ് ഔട്ടായിപ്പോയി. നെറ്റ് കാരണം പറ്റാതെ പോയ ഡോക്ടർ മറിയാമ്മ ജോണിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് പൊതുവെ ഇന്ന് നെറ്റ് ഇഷ്യൂ ആയിരുന്നു. മനോജ് ഡോക്ടർക്കും അതുകൊണ്ട് പിന്നെ എന്താണ് മനോജ് ഡോക്ടർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പരിപാടി ഓരോന്നും സംഘടിപ്പിക്കുന്നത്. അതിനുള്ള ഗസ്റ്റുകളെ, ഉചിതമായ ഗസ്റ്റുകളെയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകളാണ് ഡോക്ടർ ഇരിക്കുന്നത്. ഡോക്ടർ മനോജിനും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ സൂമിലെ ഇന്ന് എത്തിയിരുന്ന ഓഡിയൻസ് ആയിട്ട് എത്തിയ എല്ലാ ഡോക്ടേഴ്സിനും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, സ്റ്റുഡൻസിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമുകളുടെ എല്ലാം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയാമോ ഡോക്ടർ? ഷൈൽ ഡോക്ടറെ, എന്തായാലും നെറ്റ് നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. നല്ല ഉജ്ജ്വലമായ പരിപാടിയായിരുന്നു. നമുക്ക് വീണ്ടും ഇത്തരം പരിപാടി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി.